സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആ ഒരു സ്നേഹത്തിൽ നിൽക്കുന്ന എന്ന് പറയുന്നത് തന്നെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച നമുക്ക് ആ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ആത്മീയ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസം വിട്ട് ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞാൽ സത്വബോധവും എല്ലാം മാറിപ്പോകുന്ന അവസ്ഥയിലാണ് പല ആൾക്കാർക്ക്. ഒരു സായിപ്പിൻ്റെ പേരൊന്നും അറിയില്ല എനിക്ക്. ഒരു സായിപ്പ് മതം മാറി ഇസ്ലാമായി. ഇസ്ലാം ആയതിനു ശേഷം പുള്ളിയുടെ ബോധം പോയി ബൊക്കണം പോയി. ഇതാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഈ നമ്മളൊക്കെ പണ്ട് പറയുമല്ലോ, 6-ാം നൂറ്റാണ്ടിലെ നല്ല തലച്ചോറിനെ എടുത്ത് മാറ്റിയിട്ട് 6-ാം നൂറ്റാണ്ടിലെ തലച്ചോറെടുത്ത് തലയ്ക്കകത്ത് ഫിറ്റ് ചെയ്ത അവസ്ഥയാണ് ഈ സായിപ്പും അല്ലെങ്കിൽ മതം മാറിയവർക്കല്ല. ബോധവുമില്ല, പൊക്കണമില്ലാത്തൊരവസ്ഥയിലാണ്. മുഹമ്മദ് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങളെ കോപ്പി അടിച്ചിരുന്നുവെന്ന് ഇബ്നു അബ്ബാസ് എന്നല്ല, യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും കോപ്പി അടിച്ച് ബെടക്കാക്കി തരക്കാക്കിയ വ്യാജൻ ആണോ എന്നും നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സായിപ്പിൻ്റെ അടുത്ത് ഈ ചോദ്യം തന്നെ ചോദിച്ചിരിക്കുകയാണ് അവർ. മാനവരിൽ മഹോന്നതൻ ഈ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ ആചാരങ്ങളെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് ഇപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖം വ്യക്തമല്ലെങ്കിലും അപ്പുറത്തിരിക്കുന്ന ആളിനോട് ചോദിക്കുമ്പോൾ, സായിപ്പിനോട് ചോദിക്കുമ്പോൾ, സായിപ്പ് മുൻ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനിയായ സായിപ്പ് ഇസ്ലാമിലേക്ക് ചെന്നതിന് ശേഷം പുള്ളിയുടെ ബോധവും പോയി, ബൊക്കണവും പോയി, എല്ലാം പോയി. എന്താ അവസ്ഥയെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ. Who says that your prophet plagiarized from the Old Testament and the New Testament and came up with the Quran? Yeah, no, that's മുഹമ്മദിയൻ പറഞ്ഞത് ശരിയാണ്. എഴുത്തും വായന അറിയാത്തവൻ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് സായിപ്പിന് ബോധമുണ്ട്. കുറച്ചെങ്കിലുമൊക്കെ ഈ വീട്ടുഗുണം കാണിക്കുമല്ലോ, ഈ ബോധം പൊക്കണം പോയെങ്കിലും ചില സമയത്തൊക്കെ എന്ത് ചെയ്യും, ബോധമൊക്കെ ഉണ്ടാവും. അതാണ് ഈ കോപ്പി അടിക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും മുഹമ്മദിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. കാരണം കോപ്പി അടിച്ച് എഴുതണമല്ലോ. എഴുത്തും വായന അറിയാൻ വയ്യാത്ത മുഹമ്മദ് എങ്ങനെ കോപ്പി അടിച്ചെന്നാണ് അത് സായിപ്പിന് നല്ലപോലെ അറിയാം. പക്ഷേ ഈ കാര്യം അള്ളാഹുവിനും അള്ളാഹു പറഞ്ഞു വിട്ട മലക്കെന്ന് പറഞ്ഞ ആളിനും അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു വസ്തുത. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഈറാ ഗുഹയിലിരിക്കുന്ന ആളിനോട് എഴുത്തും വായന അറിയാൻ വയ്യാത്ത ആളിൻ്റെ അടുത്ത് വന്നിട്ട് ഇക്ര എന്ന് പറഞ്ഞാൽ മുക്ര ഇട്ടാൽ വായിക്കുമോ? കാരണം അദ്ദേഹത്തിന് വായിക്കാൻ അറിയത്തില്ല. പിന്നെ എങ്ങനെ വായിക്കും? നിങ്ങൾ തന്നെ അത് ചിന്തിച്ചു നോക്കൂ. എഴുത്തും വായന അറിയാൻ വയ്യാത്ത ആളിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പേപ്പർ ഇടിച്ചിട്ട് പറയണം നിങ്ങൾ വായിക്കുമെന്ന് പറഞ്ഞാൽ അവർക്കറിയാവോ? ഇല്ല. പഴയ ആൾക്കാരുടെയൊക്കെ ഒപ്പ് തന്നെ നിങ്ങൾ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ ഒരു കുരിശായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓമ് പോലെ ആയിരിക്കും. ആ ആൾക്കാർക്ക് അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും. അപ്പം ഒപ്പ് അങ്ങനെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒപ്പ് വലിയ ഒപ്പൊക്കെ ഇടുന്നവർക്കും ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവൊക്കെ ഉണ്ട്. പക്ഷേ ഈ സർവശക്തൻ എന്ന് ഇവർ പറയുന്ന അള്ളാഹു, പുള്ളി പറഞ്ഞു വിട്ടെന്ന് പറയുന്ന മലക്ക്, ഇവർക്ക് രണ്ടുപേർക്കും ബോധമില്ലാതായിപ്പോയോ? കാരണം ഈ ഇരിക്കുന്ന ഈറാ ഗുഹയിൽ ഇരിക്കുന്ന ആളിന് ഇക്ര പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ അറിയത്തില്ല. മുക്ര ഇട്ടാൽ വായിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. സായിപ്പ് അങ്ങനെ പറഞ്ഞെങ്കിലും കോപ്പിയടി മുഹമ്മദ് നേരിട്ട് നടത്തിയില്ലെങ്കിലും മുഹമ്മദ് ആൾക്കാരെ നിർത്തിയുള്ള പരിപാടിയൊക്കെ നടത്തുമായിരുന്നു. അത് സായിപ്പിന് എന്തോ അറിയത്തില്ല. സായിപ്പ് അത്രത്തോളം എത്തിയില്ല എന്ന് തോന്നുന്നു. ഈ കോയ അങ്ങോട്ട് ചാടിയെങ്കിലും ഈ നൂലയിൽ നിന്നിട്ട് ഇങ്ങനെ വിറയ്ക്കുമല്ലോ, അതേപോലെ വിറച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ചോദിച്ചു. പക്ഷേ ഈ വിറ മാറണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ എത്തിയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ സൊഹീഹുൽ ബുഖാരി 3617 അനസ് പറയുകയാണ്, ഇസ്ലാം സ്വീകരിക്കുകയും സൂറത്ത് അൽ ബക്കറയും അൽ ഇമ്രാനും വായിക്കുകയും പ്രവാചകന് വേണ്ടി വെളിപ്പാടുകൾ എഴുതിക്കുകയും ചെയ്ത ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും ക്രിസ്തു മതത്തിലേക്ക് മടങ്ങി. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മുഹമ്മദിന് ഞാൻ എഴുതിയതല്ലാതെ മറ്റൊന്നും അറിയില്ല. അപ്പോൾ അള്ളാഹു അവനെ മരണത്തിലേക്ക് നയിച്ചു. അത് സ്വാഭാവികമാണല്ലോ, നടക്കുമല്ലോ. ആളുകൾ അവനെ അടക്കം ചെയ്തു. പിന്നെ രാവിലെ അവൻ്റെ ശരീരം ഭൂമി പുറത്തേക്ക് എറിഞ്ഞതായി അവർ കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇത് മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും പ്രവൃത്തിയാണ്. ഞങ്ങളുടെ കൂട്ടാളിയുടെ ശവകുടീരം കുടിച്ച് അവർ അതിൽ നിന്ന് ഓടിപ്പോയതിനാൽ അവൻ്റെ മൃതദേഹം അതിൽ നിന്ന് പുറത്തെടുത്തു. അവർ വീണ്ടും അവനു വേണ്ടി കുഴിമാടം കുഴിച്ചു. പക്ഷേ രാവിലെ ഭൂമി അവൻ്റെ ശരീരം പുറത്തേക്കെറിഞ്ഞതായി അവർ വീണ്ടും കണ്ടു. അവർ പറഞ്ഞു, ഇത് മുഹമ്മദിൻ്റെയും കൂട്ടാളിയുടെയും ഒരു പ്രവൃത്തിയാണ്. ഞങ്ങളുടെ കൂട്ടാളിയുടെ ശവശരീരം അവർ കുഴിച്ച് പുറത്തെറിഞ്ഞു. കാരണം അവൻ അവരെ വിട്ട് ഓടിപ്പോയി. അവർ അവനു വേണ്ടി കഴിയുന്നത്ര ആഴത്തിൽ കുഴിമാടം കുഴിച്ചു. പക്ഷേ രാവിലെ ഭൂമി അവൻ്റെ ശരീരം പുറത്തേക്ക് എറിഞ്ഞതായി അവർ വീണ്ടും കണ്ടു.
അതിനാൽ അത് അവന് സംഭവിച്ചത് മനുഷ്യർ ചെയ്തതല്ലെന്ന് അവർ വിശ്വസിച്ചു. അവനെ നിലത്ത് എറിഞ്ഞു കളയേണ്ടി വന്നു. സൊഹീഹുൽ ബുഖാരി 3617. ശരിയാണ്, ഈ ഭൂമി ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ചെയ്യും. കാരണം ചെയ്യാതിരിക്കത്തില്ല. കാരണം മുഹമ്മദിൻ്റെ അപ്പിയും എല്ലാം കൂടെ വിഴുങ്ങാൻ വേണ്ടി ഭൂമി തുറന്നിരുന്ന ഭൂമി ഇപ്പം ഈ ഇങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെ ശരീരം പുറത്തേക്ക് എറിഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ വലിയ അതിശോക്തിയൊന്നും തോന്നാനില്ല. കാരണം ഇദ്ദേഹം, ഞാൻ പറഞ്ഞതല്ല, ഭൂമി വിഴുങ്ങുമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞാണ്. നിങ്ങൾ യൂട്യൂബിൽ കയറി അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഇവിടെ ഇതുപോലെ തന്നെ ശരിയായിരിക്കും. കാരണം ഈ മുഹമ്മദിനെതിരായിട്ട് നിന്നയാളല്ലേ. കൂടാതെ ഈ എഴുതി കൊടുത്ത മൊത്തം ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് അപ്പം തന്നെ മരണമൊക്കെ സംഭവിക്കുക. അതൊക്കെ വേറൊരു വശം. ഇനി വേറൊരു കാര്യം, ഇവർ പറഞ്ഞു പോയി കോപ്പി അടിക്കാനൊന്നും പറ്റത്തില്ല എന്നുള്ളതാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ, പുറപ്പാട് ദിവസം 21 അധ്യായം 23, 24, 25 നോക്കുകയാണെങ്കിൽ, മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഇത് വളരെ വ്യക്തമായിട്ടുണ്ടല്ലോ. അല്ല, ഈ ഖുറാൻ കോപ്പി അടിച്ചു ഖുറാൻ്റെ അകത്ത് കോപ്പിയടി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഈ ഖുറാൻ എന്ന് പറയുന്ന 1-114 അധ്യായമുള്ളതാണ് ഖുറാൻ. അതാണ് ഖുറാൻ. അല്ലാതെ അതിൻ്റെ അകത്ത് തോറയും സബൂറും ഇഞ്ചിയിലും ഇബ്രാഹിമിൻ്റെ ഏടുകളും എല്ലാം കൂടെ അടങ്ങിയതാണോ ഖുറാൻ? അതോ ഈ ഖുറാൻ എന്ന് പറയുന്നത് മുഹമ്മദിന് ഇറക്കി കൊടുത്താൽ മാത്രമാണോ എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അൽമായിദ 45 അതിൻ്റെ അകത്ത് പറയാം, ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, മുറിവുകൾക്ക് തത്തുല്യമായ പ്രതിക്രിയ എന്നിങ്ങനെയാണ് അതിൽ നാം അവർക്ക് നിയമമായി വെച്ചിട്ടുള്ളത്. വല്ലവനും മാപ്പ് നൽകുന്ന പക്ഷം അത് അവന് പാപമോചനമാകുന്നു. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കുന്നില്ലയോ അവർ തന്നെയാണ് അക്രമികൾ. കോപ്പിയടിയില്ല കേട്ടോ, ഒരു കോപ്പിയടിയും നടന്നിട്ടില്ല. കാരണം അത് കോപ്പിയടിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല എന്നുള്ളതായിരിക്കാം ഇദ്ദേഹം പറയുന്നത്. ഇതൊന്നും കോപ്പിയടിയല്ല. സായിപ്പ് എന്തെക്കാളും കോപ്പിയടിച്ച് പരീക്ഷ എഴുതാത്ത ആളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ തോന്നിയത്. കാരണം ബൈബിൾ മുഴുവനായിട്ടും വായിച്ചിട്ടുള്ളൊരു സായിപ്പായിരുന്നെങ്കിൽ, ആ കോയ അത് മൊത്തം വായിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. പിന്നെ അടുത്ത പറയുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്, കമ്പ്യൂട്ടർ പോലും ഇല്ലാത്ത കാലത്ത് ഖുറാൻ ഇപ്പോഴുള്ള ഘടന ഉണ്ടാക്കിയത് ഭയങ്കരമാണെന്ന് പറയും. എന്ന് വെച്ചാൽ മുഹമ്മദിൻ്റെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു, പക്ഷെ ഖുറാൻ്റെ ആ ഘടന ഒരു നിരക്ഷരനായ ആൾ ചെയ്തു വെക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്. ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. Looked into that argument as well, especially when I was like a Islam critic. But when you look at the Quran and the way it is constructed, it's almost impossible for someone, especially when you don't have a computer, to make sure that there is like unity in it. And there is a lot of unity, whether people believe it or not. So for someone who didn't have a computer, who was illiterate in a way, it is impossible to create something like that. If he did, നിരക്ഷരനായ വ്യക്തിക്ക് ഖുറാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. കണ്ടോ, നിരക്ഷരനായ വ്യക്തിയാണ് ഖുറാൻ മൊത്തം ക്രോഡീകരിച്ച് സെറ്റപ്പ് ആക്കി കൊടുത്തതെന്നാണ് ഈ സായിപ്പ് ഈ കോയ പറയുന്നത്. അല്ല, അന്നെ ആരോടാ കോയോട് ആരാ ഈ പറഞ്ഞത് ഖുറാൻ മൊത്തം ഇപ്പോഴുള്ള ഘടനയിൽ ഇങ്ങനെ ഉണ്ടാക്കിയത് മുഹമ്മദാണെന്ന്? എന്നോട് ആരാ പറഞ്ഞത്? അതിനെപ്പറ്റി വല്ലതും അറിയാവോ? അല്ല, ഈ സായിപ്പ് കുത്തിയിരുന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് അടിച്ചു വിട്ട നിന്റെ ബോധം അതിനേക്കാളും വലിയ ബോധമായി പോയില്ല. എന്നോട് ആരാ പോയാ പറഞ്ഞത് ഖുറാൻ ഇപ്പോൾ ഉള്ള ഘടന ഉണ്ടാക്കിയത് മുഹമ്മദാണെന്ന്? അനക്കറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് മുഹമ്മദിൻ്റെ കാലത്ത് ഖുറാൻ ഒറ്റപ്രതിയായി നിലനിന്നിരുന്നില്ല എന്ന് സയ്യിദ് ഇബ്ൻ താബിത്ത് പറഞ്ഞതായി പ്രസിദ്ധ പണ്ഡിതൻ ഇബ്ൻ ഹജർ അസ്ഖലാനി ഹദീസ് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. മനസ്സിലായോ? പ്രസിദ്ധ പണ്ഡിതൻ ഇബ്ൻ ഹാജർ അസ്കലാനി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സയ്യിദ് ബിൻ താബിത്ത് പറഞ്ഞു, പ്രവാചകൻ മരിച്ചു, എന്നാൽ ഖുറാൻ ഏകീകൃതമായി സമാഹരിക്കപ്പെട്ടിരുന്നില്ല. മനസ്സിലായോ? ഇതൊന്നും അറിയാൻ വയ്യാതെ ചാടി അങ്ങോട്ട് ചെന്നിട്ട് ബൈബിളിന് നേരെയും ഒക്കെ തിരിയുമ്പോഴത്തേനൊന്ന് ആലോചിക്കണം, ഒരു സംഭവം കയ്യിലില്ല. പിന്നെ എപ്പോഴാണ് ഇതൊക്കെ തട്ടിക്കൂട്ടി ഒറ്റ പുസ്തകമാക്കിയത്? അതിനും ഹദീസുണ്ട്. ഇതെല്ലാം കൂടെ തട്ടിക്കൂട്ടിയേ പാട്ടയ്ക്കകത്തുനിന്ന് ഈ പഴയ നമ്മുടെ ഈ ബിസ്ക്കറ്റിൻ്റെ ടിന്നിൻ്റെ അകത്തുനിന്ന് മൊത്തം തട്ടിക്കൂട്ടി ആ റസ്കിൻ്റെ പൊടിയെല്ലാം കൂടെ എടുക്കുക, റസ്കിൻ്റെ പെട്ടിക അതെടുത്തിട്ട് വൈകുന്നേരം ചായ കുടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ മൊത്തം കൂടെ തട്ടിക്കൂട്ടി എടുത്തതാണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. സയ്യിദ് ബിൻ താബിത്തിൽ നിവേദനം, യമാമ യുദ്ധത്തിൽ ഖുറാൻ മനഃപ്പാടമാക്കിയ ധാരാളം ജനങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദിഖ് എൻ്റെ അടുക്കലേക്ക് ആളെ അയച്ചു.
ഈജിപ്തുമായുണ്ടായ യുദ്ധത്തിൽ ധാരാളം സഹാബികൾ കൊല്ലപ്പെട്ടിരുന്നു. ഞാനവിടെ ചെന്നപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നത് കണ്ടു. അബൂബക്കർ എന്നോട് ചോദിച്ചു. ഉമർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, യമാമ യുദ്ധക്കളത്തിൽ ധാരാളം ഖുറാക്കൾ, ഖുറാൻ മനഃപ്പാടമാക്കിയ ആൾക്കാരെയാണ് പറയുന്നത്, ഖുറാക്കൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. മറ്റു യുദ്ധക്കളത്തിൽ ഇനിയും ധാരാളം ഖുറാക്കൾ കൊല്ലപ്പെടാനോ മാരകമായ പരിക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഖുറാന്റെ ഒരു വലിയ ഭാഗം തന്നെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഉദിച്ച കാര്യം പറയാം. ഖുറാൻ ശേഖരിക്കാൻ താങ്കൾ അബൂബക്കർ കൽപ്പന കൊടുക്കണം. ഞാൻ ഉമറിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അപ്പസ്തോലൻ ചെയ്യാത്ത കാര്യം എങ്ങനെയാണ് താങ്കൾ ചെയ്യുക? കോയ കേട്ടോ, പുള്ളി ഇത് ചെയ്തിട്ടില്ലാന്ന്. ഉമർ മറുപടി പറഞ്ഞു, അള്ളാഹു ആണേ, ഇതൊരു നല്ല പദ്ധതിയാണ്. എന്നിട്ട് ഉമർ പറഞ്ഞത് സ്വീകരിക്കാൻ തക്കവിധം അള്ളാഹു എൻ്റെ ഹൃദയം വിശാലമാക്കുന്നത് വരെ ഉമർ എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. അവസാനം എനിക്ക് മനസ്സിലായി ഉമർ പറഞ്ഞത് നല്ലൊരു പദ്ധതിയാണ്. പിന്നെ അബൂബക്കർ എന്നോട് പറഞ്ഞു, താങ്കൾ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് ഞങ്ങൾക്ക് താങ്കളെക്കുറിച്ച് യാതൊരുവിധ സംശയമില്ല. മാത്രമല്ല താങ്കൾ അപ്പോസ്തലനിൽ നിന്നും ദിവ്യ വെളിപാടുകൾ എഴുതിയെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് താങ്കൾ തുണ്ടുകളായ ഖുറാന്റെ ഭാഗങ്ങളെല്ലാം ശേഖരിച്ചു ഒറ്റ പുസ്തകമാക്കി മാറ്റണം. അല്ലാഹുവാണെ, അവർ എന്നോട് ഒരു പർവ്വതം അതിൻ്റെ സ്ഥാനത്ത് നിന്നും എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഖുറാൻ ശേഖരിച്ച് ഒറ്റ പുസ്തകമാക്കുന്നത് അത്രയും ഭാരമുള്ള ജോലിയായി എനിക്ക് അനുഭവപ്പെടില്ലായിരുന്നു. ഞാൻ അബൂബക്കറിനോട് പറഞ്ഞു, അപ്പോസ്തലൻ ചെയ്യാത്ത കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യും? അബൂബക്കർ മറുപടി പറഞ്ഞു, അല്ലാഹുവാണെ, ഇതൊരു നല്ല പദ്ധതിയാണ്. അബൂബക്കറിന്റെയും ഉമറിന്റെയും ഹൃദയത്തിൽ ഇക്കാര്യം ബോധ്യപ്പെടും വണ്ണം അല്ലാഹു അവരുടെ ഹൃദയം തുറന്നതുപോലെ അല്ലാഹു എൻ്റെ ഹൃദയം വിശാലമാക്കുന്നവരെ അബൂബക്കർ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതോടെ ഞാൻ പനയോലകളിൽ നിന്നും പരന്ന കല്ലുകളിൽ നിന്നും മനുഷ്യരുടെ ഓർമ്മയിൽ നിന്നും ഖുറാന് വേണ്ട ഭാഗങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ വേണ്ടാത്ത ഭാഗം ഉണ്ടായിരുന്നു. സൂറത്ത് അൽ തൗബയിലെ അവസാനത്തെ വാക്യം വേറൊരിടത്തും കാണാതെ അബു ഖുസൈമ അൽ അൻസാരിയുടെ പക്കൽ കണ്ടെത്തി. തീർച്ചയായും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരും സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹം. എന്നാൽ അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം നബിയെ നീ പറയുക, എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ്റെ മേലാണ് ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നത്. അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ. സൂറ 9:128, 129 എന്ന ആയത്തുകൾ തന്നെയാണ്. ഇപ്രകാരം സെയ്ദ് തയ്യാറാക്കിയ താളുകൾ അബൂബക്കറുടെ സൂക്ഷിപ്പിലായിരുന്നു. അവൻ്റെ മരണത്തിൽ അവ ഉമറിനും ഉമറിന്റെ മരണത്തിൽ അവൻ്റെ പുത്രി ഹബ്സയ്ക്കും ലഭിച്ചു. സുഹീൽ ബുഖാരി വോളിയം 6 ബുക്ക് 61 ഹദീസ് നമ്പർ 509, 510. അപ്പോൾ കാര്യം മനസ്സിലായോ? ഈ മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് വിട്ട കാക്കാനോട് തന്നെ ആദ്യമേ പറയാം, എൻ്റെ ബോധമില്ലാത്ത പരിപാടിക്ക് ഇതൊന്നും അറിയാൻ വയ്യാതെ സായിപ്പ് ഇസ്ലാമിലേക്ക് കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ഈ വർധനവ് മാത്രം കാണിക്കാൻ വേണ്ടി ഇടുമ്പോഴത്തേനും നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പൊഴിഞ്ഞു പോകുന്നുള്ളതുകൂടെ നിങ്ങൾ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. അതിപ്പോൾ ഈ സായിപ്പ് പറഞ്ഞു അദ്ദേഹം നിരക്ഷരനാണെങ്കിലും മൊത്തം സെറ്റപ്പായിട്ടൊക്കെ വെച്ചെന്ന് പറയുമ്പോഴത്തേനും ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിത നാളിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനിയും ഖുർആൻ തജ്വീദ് വിജ്ഞാന പുനരുത്ഥാനം എന്ന് പറയുന്ന പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാലും കാണാം. അതുപോലെ യുദ്ധത്തിലും ആയത്തുകൾ ചൊല്ലുന്നതിലെ അർത്ഥത്തിലും വ്യത്യാസം വന്ന് തമ്മിൽ കലഹം ഉണ്ടായപ്പോഴാണ് എന്ത് ചെയ്തത്, ഇത് തുടങ്ങിയെന്നുള്ളത് അവിടെയും കിടപ്പുണ്ട്. ഇനി പ്രസിദ്ധ പണ്ഡിതനായിട്ടുള്ള ഇബ്ൻ ഹജാർ അസ്കലാനി തൻ്റെ ഫത്ത് അൽ ബാരി എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. സുഹ്രി പറയുന്നു, ഖുറാന്റെ പല ഭാഗങ്ങളും വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്നാൽ അത് മനഃപ്പാടമാക്കിയിരുന്നവർ യമാമ യുദ്ധത്തിൽ മരിച്ചുപോയി. അവ അറിഞ്ഞിരുന്നവരുടെ മരണത്തോടെ അവ നശിച്ചു. അബൂബക്കറോ ഉമറോ ഉസ്മാനോ ഖുറാന്റെ പാഠങ്ങൾ അന്ന് ശേഖരിച്ചിട്ടുമില്ലായിരുന്നു. അവ ഹൃദയസ്ഥമാക്കിയ വരുന്നവരുടെ മരണത്തിന് ശേഷം നഷ്ടപ്പെട്ട ഭാഗങ്ങൾ ആരുടെ പക്കലും ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു യുദ്ധരംഗങ്ങളിലും ഇതുപോലെ ഖുറാൻ മഴപ്പാടമാക്കിയവർ മരണപ്പെടുകയും അവരുടെ മരണത്തോടെ ആ വാക്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അബൂബക്കറുടെ വാഴ്ചക്കാലത്ത് ഖുറാൻ പാഠങ്ങൾ താളുകളിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ശ്രമം ആരംഭിച്ചത് എന്നാണ് അസ്കലാനിയുടെ ഫത്ത് അൽ ബാരി അതിൻ്റെ അകത്ത് പറയുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തെ, എന്നെ കേട്ട മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ഈ ഖുറാന്റെ കാര്യം ഇത്ര ഉള്ളെന്ന് ഇപ്പം മനസ്സിലായില്ലേ? വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിൻ്റെ അകത്ത്
ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ തമ്മിലടിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ ബൈബിൾ വാക്യം മറന്നുപോയതിൻ്റെ പേരിൽ എഴുതി വെച്ചതല്ല വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വെറുതെ ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് വരാം. അടുത്ത ക്ലിപ്പ് എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ അകത്ത് പറയുന്നത് പുതിയ നിയമം മുഹമ്മദിൻ്റെ കാലത്തില്ലായിരുന്നു. സായിപ്പിൻ്റെ കണ്ടുപിടുത്തം ഭയങ്കര കണ്ടുപിടുത്തമാണ്. സായിപ്പിൻ്റെ കണ്ടുപിടുത്തം ഭയങ്കര കണ്ടുപിടുത്തമാണ്. പുതിയ നിയമം മുഹമ്മദിൻ്റെ കാലത്തില്ലായിരുന്നു. അതൊന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. Miracle on its own. But when it comes to people who say he copied stuff like that, well, the New Testament, for example, wasn't there yet. There was no New Testament. It wasn't translated into Arabic. And if he really was illiterate, how could... ഇതിൻ്റെ അകത്ത് പറയുന്നത് കേട്ടോ, പുതിയ മുഹമ്മദിൻ്റെ കാലത്ത് പുതിയ നിയമം എന്ന് പറയുന്നത് ഇല്ലായിരുന്നു. എന്താ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ കള്ളത്തരം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാം ആയാൽ മതി, വേറൊന്നും വേണ്ട. നിങ്ങൾ മുസ്ലിം ആയാൽ മതി. ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കാം. അല്ലയോ സുഹൃത്തെ, എന്നെ കേട്ടവരോട് ചോദിക്കുകയാണ്, ഈ ബർക്കത്ത് ബിൻ നൗഫൽ ആരാന്നറിയായിരുന്നു? ബർക്കത്ത് ബിൻ നൗഫൽ ആരായിരുന്നെന്നറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം. സുഹിഖൽ ബുഖാരി അധ്യായം 1 ഹദീസ് നമ്പർ 3 പേജ് 2. ഖദീജ നബിയെയും കൂട്ടി ബർക്കത്ത് ഇബ്നു നൗഫൽ ഇബ്നു അസദ് ഇബ്നു അസ്തിൽ ഉസ്സയുടെ അടുത്ത് ചെന്നു. ഖദീജയുടെ പൃഥിവ്യ പുത്രനാണ് അദ്ദേഹം. ജാഹിലിയ കാലത്ത് ക്രിസ്ത്യാനിയായ അദ്ദേഹം ഹീബ്രു ഭാഷയിലും സാക്ഷരനായിരുന്നു. ഇഞ്ചിയിൽ ഹീബ്രുവിൽ ധാരാളം എഴുതിയിട്ടുണ്ട്. കാഴ്ച നഷ്ടപ്പെട്ട ആ അയോവൃദ്ധനോട് ഖദീജ പറഞ്ഞു. സുഹിഖൽ ബുഖാരി അധ്യായം 1 ഹദീസ് നമ്പർ 3 പേജ് 2. ഇത് വലിയൊരു ഹദീസ് ആയതുകൊണ്ട് ഇത്രയും ഭാഗം ഞാൻ വെച്ചതാണ്. അല്ല, ഈ പ്രവാചകനാകാനുള്ള കാരണം തന്നെ ബർക്കത്ത് ബിൻ നൗഫലാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താ? ഇഞ്ചിയിൽ ഹീബ്രുവിൽ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഇഞ്ചിയിലല്ല ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകം എന്നുണ്ടെങ്കിൽ ഇഞ്ചിയിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ. സർവശക്തനായ അള്ളാഹു, സകലതും സൃഷ്ടിച്ച അള്ളാഹു, സകലതിനെയും പരിപാലിക്കുന്ന അള്ളാഹു, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കൊന്നും മാറ്റമില്ല, അള്ളാഹുവാണ് സകലം പറഞ്ഞാൽ അള്ളാഹു ഇറക്കി കൊടുത്ത പുസ്തകവും ഭൂമിയിൽ എന്തൊക്കെയാണെന്ന് കാണണമല്ലോ. നിങ്ങളുടെ കയ്യിൽ വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ. അപ്പോൾ ഈ ബർക്കത്ത് ബിൻ നൗഫലാണ് എന്ത് ചെയ്തത്? പ്രവാചകനാകാനുള്ള ഒരു കാരണം. ഖദീജയുടെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം, ഖദീജയുടെ ടെസ്റ്റ് ഞാൻ പറയുന്നില്ല, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഖദീജയുടെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടെസ്റ്റിൻ്റെ ആളായിരുന്നു ആര്? ബർക്കത്ത് ബിൻ നൗഫൽ. അപ്പോൾ എന്നിട്ടാണ് ഈ തക്കിയ അടിക്കാൻ സായിപ്പ് ഇങ്ങനെയുണ്ടോ സായിപ്പ്? എൻ്റെ കോയ, ഈ ഇസ്ലാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 2 കാര്യത്തിനാണോ വാദം ഉറക്കുന്നത്? കള്ളം പറയാനും ഈ ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ സായിപ്പ് പറഞ്ഞത് മലയാളത്തിലേക്ക് ഈ ടൈപ്പ് ചെയ്ത് വെച്ച എന്നോടുകൂടെ തന്നെ ചോദിക്കുകയാണ്, ബോധമില്ലേ? ഈ ബർക്കത്ത് ബിൻ നൗഫൽ ആരാണെന്നെങ്കിൽ ഈ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഓർത്തില്ല. ഈ ടൈപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓർത്തില്ലേ, ചേട്ടാ ഈ പറയുന്നത് തെറ്റാണല്ലോ. ഈ ബർക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്നത് പുള്ളിയാണല്ലോ ഞങ്ങൾക്കൊരു പ്രവാചകനെ തന്നത്, ഒരു ക്രിസ്ത്യാനിയാണല്ലോ ഞങ്ങൾക്കൊരു പ്രവാചകനെ തന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ? അള്ളാഹുവും മുഹമ്മദും ഒന്നുമില്ല കേട്ടോ. അള്ളാഹു നേരിട്ടവിടെ മുഹമ്മദിനെ പ്രവാചകനാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ബർക്കത്ത് ബിൻ നൗഫലാണ്, ക്രിസ്ത്യാനിയാണ് ഇങ്ങനെ ഒരു ആളെ കൊടുത്തത്. അതിൻ്റെ ആണല്ലോ ഇപ്പം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മലയാളത്തിൽ ടൈപ്പ് എടുത്ത് വെച്ചാൽ ഈ മുഹമ്മദിയൻ്റെ ഒരു കാര്യമേ. ഇനി അടുത്തത് കേട്ടോണം. സുഹീഹ് ബുഖാരി വാല്യം 7 പുസ്തകം 72 ഹദീസ് നമ്പർ 799. ഇബ്നു അബ്ബാസ് നിവേദനം: അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാത്ത കാര്യങ്ങളിൽ പ്രവാചകൻ വേദക്കാരെ പകർത്താറുണ്ടായിരുന്നു. വേദക്കാരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പകർത്തുമായിരുന്നു. ഇനി സയ്യിദിനോട് യഹൂദന്മാരുടെ ഗ്രന്ഥം പഠിക്കുവാൻ മുഹമ്മദ് കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം ഓൻ കോപ്പിയടി ഒന്നും നേരിട്ടൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ കൂടെ ഉള്ളവരെ കൊണ്ട് എന്ത് ചെയ്തു? അങ്ങ് ചെയ്യിച്ചു. കാരണം എഴുത്തും വായന അറിയാൻ വയ്യാത്ത ആളല്ലേ. അപ്പോൾ അത് കാരണം പിന്നെ അത് അങ്ങനെ അങ്ങ് പോട്ടെന്ന് വെക്കാം. ഇനി ഇബ്നു അബ്ബാസ് പറയുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാത്ത കാര്യങ്ങളിൽ പ്രവാചകൻ വേദക്കാരെ പകർത്താറുണ്ടായിരുന്നു. വിജാതിയർ തലമുടി പിളർത്തുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളവർ തലമുടി തൂങ്ങിക്കിടക്കുക പതിവായിരുന്നു. അപ്പോൾ നബി ആദ്യം തൻ്റെ തലമുടി തൂങ്ങിക്കിടന്നെങ്കിലും പിന്നീട് അത് പിളർത്തി. കോപ്പിയടിയേ ഇല്ല. കോപ്പിയടി എന്ന് പറയുന്ന സംഭവമൊന്നും പുള്ളിക്കില്ല. എങ്ങനെയാണ്? അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, ഗ്രന്ഥത്തിൻ്റെ ആളുകൾ ഹീബ്രു ഭാഷയിൽ തോറ വായിക്കുകയും
മുസ്ലിങ്ങൾക്ക് അറബിയിൽ വിശദീകരിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു മുസ്ലിങ്ങളോട് പറയുകയാണ്, വേദക്കാരെ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യരുത്, എന്നാൽ ഞങ്ങൾ അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഇടയ്ക്ക് ആരാ, സാത്താനാണോ ഈ പരിപാടി ചെയ്ത് ഈ തിരുത്തി എന്നുള്ളത്, കൈമാറ്റം വന്നു എന്നുള്ളത്? അടുത്തത് ആയിഷ നിവേദനം. പ്രവാചകന്റെ ഭക്തി, അള്ളാഹുവിൻ്റെ അപ്പോസ്തലനിലേക്കുള്ള തുടക്കം, ദിവ്യ പ്രചോദനം ഉറക്കത്തിൽ യഥാർത്ഥ സ്വപ്നങ്ങളുടെ രൂപത്തിലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് സത്യവും ശോഭയും ഉള്ളതായി തെളിഞ്ഞു. പകൽ വെളിച്ചം. പിന്നീട് അവനെ ഖദീജയുടെ പൃഥു സഹോദരൻ്റെ മകൻ ബർക്ക ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ബറക്ക ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. കൂടാതെ അറബിയിൽ എഴുതുകയും സുവിശേഷം എഴുതാൻ അള്ളാഹു ആഗ്രഹിച്ചതുപോലെ അറബിയിൽ എഴുതുകയും ചെയ്തു. എൻ്റെ ഈ സായിപ്പ് എന്താ പറഞ്ഞത്? ഈ അറബിയിലേക്ക് ഒന്നും എഴുതിയിട്ടില്ലായിരുന്നല്ലേ. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഇതാണ് കള്ളത്തരം. തലയ്ക്കകത്തേക്ക് ഉണ്ടായിരുന്ന ബുദ്ധിയും തലച്ചോറിനെടുത്ത് മാറ്റിയിട്ട് അറബിയിലേക്കൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. ബുഖാരിക്കകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഒരുത്തൻ ഇസ്ലാമായോ പിന്നെ അവൻ കള്ളത്തരത്തിൻ്റെ കൂടപ്പുറപ്പായിരിക്കും. നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് പോകാം. Deep theological stuff in the Quran related to Christianity, that's impossible because, again, there was no New Testament yet, so he couldn't copy it at all. It was impossible. I always see, when I look at Christianity, I always see it as a book with a lot of truth, but not the complete truth. So where I miss some things and things are a little bit changed in the Old Testament and the New Testament. And when Islam came with the Quran, it corrected the first two revelations, so to say. So it completed my religion. And it's, of course, it's in the Quran itself. But today I complete. കേട്ടോ, ഇതിനധികം വിശദീകരണമൊന്നുമില്ലെങ്കിലും ഞാൻ ചോദിക്കാം. എനിക്ക് 1-2 ചോദ്യമുള്ളൂ. ഒന്ന്, ആര് തിരുത്തി? എപ്പോൾ തിരുത്തി? ഏത് ഭാഗം തിരുത്തി? എവിടെ വെച്ച് തിരുത്തി? എന്തിനു വേണ്ടി തിരുത്തി? അതല്ലെങ്കിൽ തിരുത്തപ്പെടാത്ത ഒരു ഒറിജിനൽ ഇങ്ങ് തരുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ വിശ്വസിക്കുന്നവരാ. മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ കള്ളത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? കള്ളത്തരം മാത്രം. അതുകൂടാതെ ഇനി അടിച്ചു മാറ്റിയില്ല എന്ന് പറയണ്ട. നിങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണല്ലോ ആര്? പൗലോസ് അപ്പോസ്തലൻ. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടില്ല, അതുകൊണ്ട് പൗലോസിനെ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പൗലോസ് അപ്പോസ്തലനെ നിങ്ങളുടെ കടക്കി കത്തി വെച്ച ആളാണ് പൗലോസ് അപ്പോസ്തലൻ. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സകല വിശ്വാസത്തെയും കുടുംബജീവിതത്തിൻ്റെ ആണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ആണെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ആണെങ്കിലും ഒരു ഗോത്രത്തിൻ്റെ ആണെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നവരുടെ ആണെങ്കിലും ഏത് വിഷയത്തിലും പൗലോസ് അപ്പോസ്തലൻ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മുഹമ്മദിനും നിങ്ങളുടെ ഇസ്ലാമിൻ്റെ കാര്യത്തിനും കടക്കി കത്തി വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയിട്ടുന്നതുണ്ടല്ലോ, ഈ വാളിങ്ങനെ തൂക്കിയിടുന്ന കണക്ക് തൂക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതെവിടുന്നാണ് എടുത്തതെന്ന് ഞാൻ ഒരു ഹദീസ് വായിക്കാം. അബൂ ഹുറൈറ നിവേദനം. നബി പറഞ്ഞു, അല്ലാഹു പറഞ്ഞു, എൻ്റെ സദ്വൃത്തരായ അടിമകൾക്കായി ഞാനൊരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ ഹൃദയത്തിന് ചിന്തിക്കാൻ കഴിയാത്തതുമായ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 7498, ബുക്ക് 97. ഇതുപോലെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കിയാലോ. 1 കൊരിന്ത്യർ ലേഖനം 2:9, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അടിച്ചു മാറ്റലൊന്നും നടത്തിയിട്ടില്ല കേട്ടാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, പൗലോസ് അപ്പോസ്തലനെ ഇവർക്ക് ഇഷ്ടമല്ല. പക്ഷെ പൗലോസ് അപ്പോസ്തലനെ എഴുതി വെച്ച ലേഖനത്തിൻ്റെ അകത്തുനിന്ന് അടിച്ചുകൊണ്ട് പോയി ജീവിച്ച മനുഷ്യനാണ് മുഹമ്മദ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്നെ കേട്ട ക്രിസ്ത്യാനിയെ, നിങ്ങൾക്ക് ധൈര്യത്തോടെ നട്ടല് നിവൃത്തിന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളെ കോപ്പി അടിച്ച് തന്നെയാണ് ജീവിച്ചതെന്ന് ഇത്രയും തെളിവുകൾ പോരെ? ഇനിയും വേണോ? സുവിശേഷത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയത് തരാം. അബൂ ഹുറൈറ എന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, പുനരുദ്ധാന നാളിൽ പ്രതാപിയും മഹാനുമായ അള്ളാഹു പറയും, മനുഷ്യപുത്ര, ഞാൻ രോഗിയായി, എന്നിട്ട് നീ എന്നെ സന്ദർശിച്ചില്ല.
അപ്പോൾ അവൻ ചോദിക്കും, എൻ്റെ രക്ഷിതാവേ, ഞാൻ നിന്നെ എങ്ങനെ സന്ദർശിക്കാനാണ്? നീ സർവ്വലോക രക്ഷിതാവല്ലയോ? അല്ലാഹു പറയും, എൻ്റെ ഇന്ന അടിമ രോഗിയാണെന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ, എന്നിട്ട് നീ അയാളെ സന്ദർശിച്ചില്ല. നീ അയാളെ സന്ദർശിച്ചിരുന്നെങ്കിൽ അയാളുടെ അടുത്ത് നിനക്കെന്നെ കണ്ടെത്താമായിരുന്നില്ലേ? മനുഷ്യപുത്ര, ഞാൻ നിന്നോട് ആഹാരം ചോദിച്ചു, നീ എനിക്ക് ആഹാരം തന്നില്ല. അയാൾ ചോദിക്കും, എൻ്റെ രക്ഷിതാവേ, ഞാൻ നിന്നെ എങ്ങനെ ആഹരിപ്പിക്കാനാണ്? നീ സർവ്വലോക രക്ഷിതാവല്ലോ. അല്ലാഹു പറയും, എൻ്റെ ഇന്ന അടിമ നിന്നോട് ആഹാരം ആവശ്യപ്പെട്ടത് നിനക്കറിയില്ലേ, എന്നിട്ട് നീ അവന് ആഹാരം കൊടുത്തില്ല. നീ അയാൾക്ക് ആഹാരം കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് നിനക്കത് കാണാമായിരുന്നു. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പാനീയം ചോദിച്ചു, നീ എനിക്ക് പാനീയം തന്നില്ല. അയാൾ പറയും, എൻ്റെ രക്ഷിതാവേ, ഞാൻ നിന്നെ എങ്ങനെ കുടിപ്പിക്കാനാണ്? നീ സർവ്വലോക രക്ഷിതാവല്ലയോ. അല്ലാഹു പറയും, എൻ്റെ ഇന്ന അടിമ നിന്നോട് പാനീയം ആവശ്യപ്പെട്ടു, നീ അയാളെ കുടിപ്പിച്ചില്ല. നീ അയാളെ പാനീയം കുടിപ്പിച്ചിരുന്നെങ്കിൽ അത് എൻ്റെ അടുത്ത് നിനക്ക് കാണാമായിരുന്നു. സ്വഹീഹ് മുസ്ലിം അധ്യായം 45 ഹദീസ് നമ്പർ 1465 പേജ് 634 വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. കോപ്പിയേ അടിച്ചിട്ടില്ല. ഈ വാക്യം, ഈ സംഭവം ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ഇവിടെ കമൻറ്റ് ബോക്സിൽ എവിടെയാണെന്നുള്ളത്. കാരണം ഈ വായിക്കാൻ വരുന്നവൻ്റെ ഞാൻ പറയുമ്പോഴാണ് ബുദ്ധിമുട്ടെന്നെങ്കിൽ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികൾ ബൈബിളിനകത്ത് ഇതുപോലെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണേ. ഏതെങ്കിലുമൊക്കെ മുസ്ലിമിന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇതുപോലെ കോപ്പി അടിച്ച് നാണമില്ലാത്ത പരിപാടി കിടന്നിട്ടാണ് പറയുന്നത്. കോപ്പി അടിച്ചിട്ടില്ല, അന്ന് പുതിയ നിയമം അറബിയിലേക്കില്ലായിരുന്നു, അന്ന് പുതിയ നിയമം ഇല്ലായിരുന്നു. ഈ പുസ്തകങ്ങൾ, ഈ പുതിയ നിയമം പഴയ നിയമം എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ മക്ക സൂറയും മദീന സൂറയും എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടില്ലല്ലേ? മക്കയിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സൂറയും മദീനയിലേക്ക് വന്നപ്പോൾ ഉള്ള സൂറയും ഒന്നും നിങ്ങൾ രണ്ടായിട്ട് തിരിച്ചിട്ടില്ല, നിങ്ങൾ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്ത് പരിപാടിയാണ്. ഇനി വേറെ ഒരു കാര്യമുണ്ട്, ഇവരുടെ ഫത്തുൽ മുഈൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് കേരളത്തിൽ അത്യാവശ്യമൊക്കെ പ്രചാരത്തിലാക്കി കൊടുത്തത് ഒരു നല്ലൊരു കാര്യമാണെന്ന് ഞാനിപ്പം വിശ്വസിക്കുന്നു. ഈ ഫത്തുൽ മുഈൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സംഭവം കിടപ്പുണ്ട്. അത് എന്താണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പേജ് 458. വേദക്കാരായ ദമ്പതികളിൽ നിന്ന് ഭർത്താവ് മുസ്ലിമായാൽ ആ ദാമ്പത്യം നിലനിൽക്കുന്നതാണ്. ഇവർ ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു വിഗ്രഹാരാധകൻ അതേ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്യുകയും സംഭോഗത്തിന് മുമ്പേ അവൻ മാത്രം മുസ്ലിം ആവുകയും ചെയ്താൽ അതോടെ ആ ബന്ധം മുറിയുന്നതാണ്. അവളുമായി ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇദ്ദാ കാലാപരിധിയിൽ അവളും മുസ്ലിമായാൽ ബന്ധം നിലനിൽക്കും. ഇല്ലെങ്കിൽ അവൻ്റെ ഇസ്ലാമാശ്ലേഷത്തോടെ ബന്ധം മുറിഞ്ഞു. ലൈംഗിക ബന്ധം ഉണ്ടായ ശേഷം ഭാര്യ മുസ്ലിം ആവുകയും ഭർത്താവ് അമുസ്ലിമായി തുടരുകയും ചെയ്താൽ ഇദ്ദ പരിധിയിൽ അവനും മുസ്ലിമായാൽ ബന്ധം തുടരാം. ഇല്ലെങ്കിൽ അവളുടെ ഇസ്ലാമാശ്ലേഷത്തോടെ ബന്ധം അവസാനിക്കും. വിവാഹം തുടർന്ന് നിലനിൽക്കുമെന്ന് നാം പ്രസ്താവിച്ചിടത്ത് ഇസ്ലാമാശ്ലേഷത്തോടെ മുമ്പുണ്ടായിരുന്ന തകരാറുകൾ പ്രശ്നമല്ല. അപ്പോൾ ഇദ്ദ സമയത്തുണ്ടായ വിവാഹമാണെങ്കിലും ഇസ്ലാമിലെത്തിയ സമയത്ത് ഇദ്ദ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധം തുടരാവുന്നതാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ വേദക്കാരായ ഒരുത്തൻ ബന്ധം തുടർന്നു പോകാം. പക്ഷെ ഈ മുസ്ലിമായിട്ടുള്ള ചെറുക്കൻ വേദക്കാരി പെണ്ണിനെ എന്ത് ചെയ്യണം? മുസ്ലിം ആക്കണം. ഈ മുസ്ലിമായ പെണ്ണ് വേദക്കാര ചെറുക്കനെ എന്ത് ചെയ്യണം? മുസ്ലിം ആക്കണം. ഇല്ലെങ്കിൽ ബന്ധം കൊണ്ട് പോകത്തില്ല. ഈ ലൗകികാതിലും മറ്റുള്ളതിലും ഒക്കെ പെട്ടുപോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കുന്നത് നല്ലതായിരിക്കും. 1, 2, 3 മാസമൊക്കെ പ്രേമിച്ചിട്ട് അതിനുശേഷം അല്ലെങ്കിൽ 1 വർഷമൊക്കെ പ്രേമിച്ചതിന് ശേഷം നീ മതം മാറിയാലേ കെട്ടത്തുള്ളൂ, എൻ്റെ വീട്ടുകാർ അംഗീകരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. മനസ്സിലായോ? അല്ല വേറൊന്നുമല്ല. നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊക്കെ കേൾക്കുന്നവർ നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ഉള്ളവരോട് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമ്മൾ നോക്കണം. കൂട്ടുകെട്ട് നല്ലതാണ്, സുഹൃത്തുക്കൾ നല്ലതാണ്, ഇതൊക്കെ ചെയ്യും. പക്ഷെ തിരഞ്ഞെടുക്കുന്നവർ, നമ്മുടെ മക്കൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ മറ്റൊരു വശത്തേക്കാണ് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുന്നതുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അത് വലിയൊരു വിഷമവും വേദനയായിട്ട് കുടുംബത്തിൽ നിന്നും കാണുക തന്നെ ചെയ്യും. ഇനി ഞാനിപ്പോൾ ഈ വായിച്ചതിൻ്റെ ആശയം എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയെന്നറിയോ? പൗലോസ് അപ്പോസ്തലനെ കോപ്പി അടിച്ചുകൊണ്ട് പോയത്, പക്ഷെ തലതിരിഞ്ഞ് എഴുതിയെന്നേ ഉള്ളൂ. ഇതിൻ്റെ ആശയം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതും ബൈബിളിൽ നിന്ന് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്തു? ഇതിനെ നേരെ ഓപ്പോസിറ്റ് എഴുതി വെച്ചെന്നേ ഉള്ളൂ. നേരെ ഓപ്പോസിറ്റ് എഴുതി വെച്ചു. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല, ഞാൻ തന്നെ പറയുന്നു, ഒരു സഹോദരൻ അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്.
അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടുമിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 12 മുതൽ 14 വരെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പുറത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? അവിശ്വാസിയായിട്ടുള്ള ഭർത്താവും വിശ്വാസിയായിട്ടുള്ള ഭാര്യയുമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങോട്ട് ബന്ധം അങ്ങോട്ട് സെറ്റാകത്തില്ല. ഇതേപോലെ തന്നെ നേരെ തിരിച്ചു അങ്ങനെ. പക്ഷെ എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായിട്ടുള്ള ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ, വിശ്വാസിയായ ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ, ജീവിക്കുന്നുണ്ടെങ്കിൽ അവിശ്വാസിയായ ഭാര്യയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകാം. വിശ്വാസത്തെ പ്രതി ഞാൻ വിശ്വാസിയായ അതുകൊണ്ട് ഭാര്യനെ ഉപേക്ഷിക്കണം, ഞാൻ വിശ്വാസിയായ അതുകൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു സംഭവം വിശുദ്ധ വേദപുസ്തകത്തിലില്ല. എന്ത് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഇനി നേരെ തിരിച്ചു അങ്ങനെ, അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. കാരണം അവർ രണ്ടുപേരും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം വിശുദ്ധ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അവർ ഭാര്യ ഭർത്താവായിട്ട് തന്നെ ജീവിക്കട്ടെ. അവിശ്വാസിയായിട്ടുള്ള ഭാര്യ എത്രയോ സ്ഥലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ സഭകളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അവിശ്വാസിയായിട്ടുള്ള ഭാര്യയുണ്ട്, വിശ്വാസിയായ ഭർത്താവുണ്ട്, നേരെ തിരിച്ചുകൊണ്ട് അവർ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ചില ആൾക്കാർ വല്ലപ്പോഴും ഒക്കെ സഭകളിൽ വരും. വിശ്വാസിയായ ഭർത്താവ് സ്ഥിരമായിട്ട് സഭയിൽ വരുമ്പോഴും ഭാര്യ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ അവരുടെ ഭവന പ്രാർത്ഥന നടത്തുമ്പോൾ അവരതിൽ സഹകരിക്കും. ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നവരുണ്ട്. എന്നാൽ ഇസ്ലാമിലേക്ക് നേരെ തിരിച്ചാണ്. അവനും ആ ചരടിൽ തന്നെ എത്തണം, അവളും ആ ചരടിൽ തന്നെ എത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ ബന്ധം ഉപേക്ഷിക്കും. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനി കോപ്പിയടി ഇല്ല, കോപ്പിയടി ഇല്ല, ഇല്ല ഇല്ല. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാവോ? ഞങ്ങൾ ചോദിക്കുകയാണ്, ഉറപ്പിക്കാവോ? ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള സത്യക്രിസ്ത്യാനികളായ ഞങ്ങൾ ചോദിക്കുകയാണ്, ഉറപ്പിക്കാവോ കോപ്പിയടിച്ചോ ഇല്ലയോ എന്നുള്ളത്? ആശയത്തെ പോലും കൊണ്ടുപോയിട്ടില്ലേ, എന്നിട്ടാണ് പറയുന്നത് കോപ്പി അടിച്ചിട്ടില്ല. നാളമില്ലേ? ഇനി അടുത്തൊരു ക്ലിപ്പ് നോക്കാം. Isa alayhi salam, he is of course in Christianity a very core person, but he is not absent in Islam, because some people ask me, why do you left the team of Jesus? That was really a question, and I told them, well, I didn't left the team of Jesus. Jesus is in our team. ക്രിസ്തുവിനെ വിട്ട് പോയോ എന്നെല്ലാവരും ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാൻ ഈസയുടെ ഗ്രൂപ്പിലുണ്ടെന്ന്. അല്ല കോയ, ഈ ഈസ യേശുവായിട്ട് എന്ത് ബന്ധം? ഈ ഈസ യേശുവായിട്ട് എന്ത് ബന്ധം? നിങ്ങൾ ഉണ്ടാക്കി വെച്ച ബന്ധമാണെങ്കിൽ അങ്ങനെ ഒരു ബന്ധം എന്തൊക്കെയാണ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയട്ടെ. അങ്ങനെ ഒരു ബന്ധമില്ല. കാരണം ക്രിസ്തുവിനെ വിട്ട് ഈസ എന്ന കള്ളം പറയുന്നവനെ കൂട്ടുപിടിച്ച് ഈ കാക്ക പറയുന്നത് മഹാപോഷ്കാണ്. കാരണം ഇത്രയും കോപ്പി അടിച്ച് എഴുതിയിട്ട് പറയുന്നത് കള്ളം വിശ്വസിക്കാൻ കുറെ പൊട്ടന്മാരും ഇത്രയും കോപ്പി അടിച്ച് എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് ഈ സായിപ്പ് ഇദ്ദേഹം മുസ്ലിം ആയി കഴിഞ്ഞപ്പോഴത്തേന് സായിപ്പിനെ പൊക്കിക്കൊണ്ട് വന്നതാണ്. ലോക പൊട്ടന്മാരില്ലേ ഇവർ? വല്ലാത്ത ജാതി വകുപ്പുകളാണ് നിങ്ങൾ കേട്ടോ. യേശുക്രിസ്തു എന്തെക്കാളും പിന്നീട് വരുന്നത് ഞങ്ങളെ ചേർക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനോട് ദൈവമക്കളായിട്ടുള്ളവരെ വളരെ ചേർക്കാൻ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ നീ പറഞ്ഞ ഈസയില്ലേ, ഈസ വരുന്നത് എന്തിനാണ്? ഈസ വരുന്നത് എന്തിനാണെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹീഹുൽ ബുഖാരി അധ്യായം 34 ഹദീസ് നമ്പർ 1044 പേജ് 396. അബൂ ഹുറൈറ എന്ന റസൂൽ പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം. മറിയമിൻ്റെ പുത്രൻ ഒരു നീതിമാനായി വിധികർത്താവായി നിങ്ങളിലേക്ക് വരാറിട്ടുണ്ട്. ശരിയാണ്, കോപ്പി അടിക്കുമ്പോഴത്തേനും കുറച്ചൊക്കെ വരും, ശരിയല്ലേ? യേശു ക്രിസ്തു ഒരു നീതിമാനായി വിധികർത്താവായിട്ട്, അതൊക്കെ ശരിയാണ്. അതിനുശേഷം ഈ കോപ്പി അടിച്ചപ്പോഴത്തേനും സാറ് പെട്ടെന്ന് വന്നുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റിയില്ല. ഈ കോപ്പി അടിച്ചവർക്കറിയാം അതിൻ്റെ അവസ്ഥ. അദ്ദേഹം കുരിശ് തകർക്കുകയും പന്നിയെ കൊല്ലുകയും നികുതി ഇല്ലാതാക്കുകയും ചെയ്യും. പിന്നെ ധനത്തിന്റെ ഒഴുക്കുണ്ടാകും, ഒരാളും അത് സ്വീകരിക്കുകയില്ല. സുഹീഹുൽ ബുഖാരി അധ്യായം 34 ഹദീസ് നമ്പർ 1044 പേജ് 396. കേട്ടല്ല? ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വരുന്ന ഒരു പന്നിയെ കൊല്ലാനല്ല, പന്നിയെ കൊല്ലാൻ ഒരു കശാപ്പുകാരനെ വിളിച്ച സുഖമായിട്ട് ഒന്ന് വിട്ടോളും. ഇനി കുരിശ് തകർക്കാനാണെങ്കിൽ 500 രൂപയും JCB ഉണ്ടെങ്കിൽ ആ കാര്യം നടന്നോളും. നികുതി ഇല്ലാതാക്കാനാണെന്നുണ്ടെങ്കിൽ സർക്കാർ തീരുമാനിച്ചാൽ മതി, അല്ലാതെ അതിന് ഒരാളിങ്ങോട്ട് ഇറങ്ങി വരേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വരുന്നത് തൻ്റെ സഭയും വിശുദ്ധന്മാരെയും ചേർക്കാൻ വേണ്ടി തന്നെയാണ്.
അല്ലാതെ ഇങ്ങനെ ഈ കുരിശ് കൃഷിക്കോ അല്ലെന്നുണ്ടെങ്കിൽ പന്നിയെ കൊല്ലുന്ന നികുതി നിർത്താൻ ആ പരിപാടിക്കല്ല. നിങ്ങളുടെ ബോധമില്ലാത്ത ജീവിതത്തിൻ്റെ അകത്ത് എഴുതി വെച്ച കുറേ ഹദീസുകളും എടുത്തുകൊണ്ട് വന്നിട്ട് യേശു ഈസ ഒന്നാണ്, അല്ലാഹു യഹോവ ഒന്നാണ്, മറിയവും ഒന്നാണ്, അബ്രഹാമും ഇബ്രാഹിമും ഒന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പൊട്ടനായ വാദം ഇനിയിൽ നിർത്ത്. എന്നിട്ട് നിങ്ങൾ പറയും ബൈബിള് മോശമാണ്, ബൈബിളിൻ്റെ അകത്തുള്ള അബ്രഹാം മോശമാണ്, ഇസാക്ക് മോശമാണ്, യാക്കോവ് മോശമാണ്, യേശുക്രിസ്തു മോശമാണ്, പിന്നെ യേശുക്രിസ്തു മോശമാണെന്നൊക്കെ ക്ലബ് ഹൗസിൽ കിടന്നുകൊണ്ട് അലമുറയിട്ട് തെറി വിളിച്ചത് പരിശുദ്ധാത്മാവിനൊക്കെ തെറി പറഞ്ഞതിൻ്റെയൊക്കെ വോയിസ് ഞങ്ങളിലുണ്ട്, വേണേൽ കേൾപ്പിച്ച് തരാം അടുത്ത എപ്പിസോഡിൽ. ഇത്രത്തോളം വൃത്തികെട്ട ഒരു കാര്യത്തിലൂടെ നടക്കുന്ന ഇവർ വന്നിട്ട് ഇവർക്ക് എവിടെയെങ്കിലും കാല് ഇടർന്നു എന്നറിഞ്ഞാൽ ഉടനെ ബൈബിളിലേക്ക് കയറിട്ട് പറയും, അയ്യോ ബൈബിളിനകത്തുള്ളവരല്ല ഞങ്ങളുമായിട്ട്, അത് ഞങ്ങളുടെ പ്രവാചകനാണ് ഈസ മൂസ എന്നുകൊണ്ട് ഇത് മൊത്തം ബൈബിളിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി അങ്ങ് തുടങ്ങും. നാണമില്ലാത്ത ജാതികൾ. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഞങ്ങൾ ക്രിസ്ത്യാനിക്ക് നട്ടല് നിർത്തി തലയെ നിർത്തി ഇന്നും പറയാൻ പറ്റും, ഞങ്ങളുടെ യേശു ക്രിസ്തുവിനെ പറ്റി പറയാൻ ഞങ്ങൾക്ക് വേറെ ഒരു ഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം മാത്രം മതി. മനസ്സിലായോ? ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ ഭദ്രതയെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു പുസ്തകം വേണ്ട, വിശുദ്ധ വേദപുസ്തകം മതി. ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആദം മുതൽ ഇങ്ങോട്ട് മലാഖി പുസ്തകം വരെ ഉള്ളവരെ പറ്റി പറയാൻ വിശുദ്ധ വേദപുസ്തകം മതി. വെറുതെ എന്നിട്ട് നിങ്ങളുടെ ഈ പുസ്തകത്തിൻ്റെ അകത്ത് പറഞ്ഞ യഹോവയെ മുഹമ്മദിനെയൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ യജുർവേദം, സാമവേദം, അഥർവേദം എന്ന് വേണ്ട എല്ലാ വേദങ്ങളും, പിന്നെ ബൈബിള്, ലോകത്തുള്ള സകല പുസ്തകങ്ങളുടെ അകത്തൂടെ കയറി ഇറങ്ങിയാലും നിങ്ങളുടെ അള്ളാഹുവും മുഹമ്മദും നേരെ അതിൽ. ഒരിക്കലും ഒരു മുസ്ലിം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ അള്ളാഹു ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് 1.5 മണിക്കൂർ എന്ന് പയറ്റിട്ട് അവസാനം ആയുധം വെച്ച് കീഴടങ്ങി കണ്ടം വഴി ഓടിക്കളഞ്ഞു. ക്ലബ് ഹൗസിൽ യൂട്യൂബിൽ കിടപ്പുണ്ടോ ഒന്ന് കേട്ടു നോക്കിയാൽ മതി. ഭഗവത്ഗീതയിൽ അള്ളാഹു ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കൃഷ്ണനും അർജുനുമായിട്ടുള്ള സംസാരത്തിൽ കൃഷ്ണനെ എടുത്ത അള്ളാഹു ആക്കി. അപ്പോൾ അർജുൻ ആരാ? മലക്കോ അതോ മുഹമ്മദോ? ചോദ്യത്തിന് മുമ്പ് അള്ളാഹു ഭഗവത്ഗീതയിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബൈബിളിലെ യേശു ക്രിസ്തു സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ്. റോമാലേഖനം 9-ാം അധ്യായൻ്റെ 5-ൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ബൈബിളിലെ യേശു ക്രിസ്തു സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണെന്ന്. ഇങ്ങനെ പറയുമ്പോൾ ഈ ഖുറാനിലെ ഈസാ നബി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഒരു അടിമ മാത്രമാണ്, വെറും ഒരു അടിമ മാത്രം. ആ അടിമയിലാണ് നിങ്ങൾ പോയി സായിപ്പേ പോയി പെട്ടത്. അല്ലാതെ രക്ഷകനും കർത്താവും ഞങ്ങളെ വീണ്ടും ചേർക്കാൻ വരുന്നവനും സകലത്തിനും മീതെ ദൈവവുമായി ഇരിക്കുന്നവനുമായ ക്രിസ്തുവിൻ്റെ മാർഗത്തിലല്ല പോയത്. കള്ളം പറയുന്നവനും കുരിശ് തകർക്കാനും പന്നിയെ കൊല്ലാനും ഈ ജിസിയ നിർത്തലാക്കാനും ഒക്കെ ആയിട്ട് വരുന്ന, നികുതി നിർത്തലാക്കാനൊക്കെ ആയിട്ട് വരുന്ന ഏതോ ഒരു ഈസയിൽ പോയി പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരൊന്ന് പറ. അവരുടെ ഒരു കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു ഈസയുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറയാം, പേരിൻ്റെ അർത്ഥത്തിലൊക്കെ എന്ത് കാര്യം, നമുക്കതൊന്നും നോക്കണ്ട. അപ്പം ഞാൻ ചോദിച്ചു സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറയുന്നവൻ്റെ പേരിന് അർത്ഥമുണ്ടോ എന്ന് വെച്ചാൽ മുഹമ്മദിന് അയ്യോ അതിനർത്ഥമുണ്ട്. അതിനർത്ഥം ഉണ്ടെങ്കിൽ പിന്നെന്തേ നിങ്ങളുടെ ബാക്കിയുള്ള പ്രവാചകന്മാരുടെ പേരിൻ്റെ അർത്ഥത്തിന് വലിയ പ്രാധാന്യം ഇല്ലാത്ത മുഹമ്മദിന് മാത്രം എല്ലാത്തിനും പ്രാധാന്യം. അപ്പോൾ വെറും ഒരു അടിമയായ ഈസയുടെ അടുത്തേക്ക് പോയ സാഹിബിനെ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. നിത്യ നരകാഗ്നിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. സർവ്വശക്തനായ ദൈവം താങ്കൾക്ക് വെളിച്ചം തരും, കയറി വരും. ക്രിസ്ത്യാനിറ്റി വിട്ട് ഇസ്ലാമിലേക്ക് പോയവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങി വരിക. കാരണം മുടിയനായ പുത്രൻ പോയതിന് ശേഷം അവൻ്റെ അപ്പൻ എന്തൊക്കെയാണ് മോശം പറയാനോ അവൻ്റെ പുറകിന് ആൾക്കാരെ വിട്ട് തല്ലാനോ പിടിക്കാനോ ഒന്നും പോയില്ല. അവൻ മടങ്ങി തിരിച്ചു വന്നപ്പോഴത്തേനും മോതിരം ഇട്ടുകൊടുത്ത് തടിച്ച നല്ല കാളേനെ അറുത്ത് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഇത് ചെയ്തു. പക്ഷെ അവൻ വന്നപ്പോൾ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, അപ്പാ സ്വർഗത്തിനോടും അപ്പനോട് ഞാൻ തെറ്റ് ചെയ്തു പോയി. നമ്മുടെ ആ മുടിയനായ പുത്രം മടങ്ങി വന്ന പോലെ നിങ്ങൾ മടങ്ങി വന്നോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇസ്ലാം വിട്ട് ക്രിസ്ത്യാനിറ്റി വിട്ട് ഇസ്ലാമിലേക്ക് പോയെന്നും പറഞ്ഞ് ഒരു ക്രിസ്ത്യാനിയും നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് കരാപോ ചെയ്യാനോ വീട്ടുകാരെ അകറ്റാനോ തമ്മിലടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ പുറകിന് ഭീഷണിക്കത്തുമായിട്ട് വരാനോ ഒന്നും നിന്നിട്ടില്ല. പക്ഷെ അവിടുന്ന് വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പല പരിപാടികൾ നടക്കുന്നുള്ള കാര്യം അറിയാം. അതെന്തെക്കാളും ഇവരുടെ കർമ്മശാസ്ത്ര പുസ്തകത്തിലേക്ക് ഇസ്ലാം വിട്ടുപോയവർ എന്ത് ചെയ്യണമെന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ സ്വർഗം സന്തോഷിച്ചുകൊണ്ട് അപ്പൻ സ്വീകരിച്ചതുപോലെ നിങ്ങളുടെ ദൈവസഭ ദൈവമക്കളായി സ്വീകരിക്കാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. എന്നെ കേട്ടവർ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുക, ഞങ്ങൾ ഏതു വഴിയിലാണ് എന്നുള്ളത്. അടിമത്തത്തിൻ്റെയും വേർതിരിവിൻ്റെയും
ചാക്കിൻ്റെ അകത്താക്കിയതിൻ്റെയും അതിൻ്റെ അകത്താണോ ഞങ്ങൾക്ക് വേണ്ടത്, അതോ സ്വയ തീരുമാനത്തോടെ ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. കാരണം ജീവനുള്ള ദൈവമായ ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ക്ഷണിക്കുന്നു, ഞങ്ങൾ ക്ഷണിക്കുന്നു. ജീവനുള്ള ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയാം, ആകാശത്തിന് ഒരു ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് അതിരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശു ക്രിസ്തു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ദൈവം നിങ്ങളെല്ലാവരെയും നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.